ഉണ്ടാക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചപ്പോൾ അതിൻ്റെ പരിസരം എങ്ങനെ വേണമെന്ന് എനിക്ക് വളരെ വ്യക്തമായൊരു ധാരണയുണ്ടായിരുന്നു. സാധാരണ എല്ലാവരും വീട് വെക്കുമ്പോൾ വീട് വെച്ചതിന് ശേഷം കുറച്ച് അലങ്കാര ചെടികളെല്ലാം ഫ്രണ്ടിലെല്ലാം വെച്ച് അതിന് ശേഷമാണ് പ്ലാന്റിങ്ങിനെ കുറിച്ച് ആലോചിക്കുന്നത്. ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വീടിനോടൊപ്പം തന്നെ അതിൻ്റെ പരിസരം എങ്ങനെ വരണമെന്ന് വളരെ ഒരു ധാരണ ഉണ്ടാക്കുകയും അതിനൊരു പ്ലാനിങ്, ഒരു ഡ്രോയിങ് ഉണ്ടാക്കുകയും അതനുസരിച്ച് ചെടികൾ കൂടുതലും ഞാൻ ഈ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് നട്ടിരിക്കുന്നത്. കാരണം എല്ലാവരും ഇതൊക്കെ പറയുന്ന പോലെ തന്നെ വിഷമില്ലാത്ത നല്ല പച്ചക്കറികളും ഫ്രൂട്ട്സുകളും കഴിക്കാമെന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം. കൃഷി ചെയ്യാൻ ഒരു തീരുമാനം എടുത്തപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് മണ്ണും വെള്ളവും പരിശോധിക്കാമെന്നായിരുന്നു. മണ്ണ് തിരുവനന്തപുരം വെള്ളയാണിയിലെ കാർഷിക കോളേജിലും വെള്ളം ഞാൻ തൃക്കാക്കരയുമാണ് പരിശോധിച്ചത്. കൃഷിയോടുള്ള എൻ്റെ താല്പര്യം മനസ്സിലാക്കിയപ്പോൾ വെള്ളയാണി കാർഷിക കോളേജിലെ ഉദ്യോഗസ്ഥരാണ് ഹോംഗ്രോൺ എന്നൊരു സ്ഥാപനത്തെ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അങ്ങനെ ഞാൻ ഹോംഗ്രോൺ സന്ദർശിക്കുകയും അവരുടെ ആ തോട്ടം കണ്ട് അതിൽ വളരെയധികം എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അവർ നൽകിയ ഒരുപാട് നിർദ്ദേശങ്ങൾ അവിടെ നിന്ന് എനിക്ക് തരികയുണ്ടായി. ആ നിർദ്ദേശങ്ങൾ പ്രകാരമാണ് പലവിധം അവിടെ ഒരുപാട് വെറൈറ്റി പല വിദേശ തരത്തിലുള്ള ഇതുകൾ എനിക്കവിടെ കാണാൻ സാധിച്ചു. തൈകളെല്ലാം എനിക്ക് കാണാൻ സാധിച്ചു. ഉദാഹരണം പറയുകയാണെങ്കിൽ മാംഗോസ്റ്റിൻ, റംബുട്ടാൻ, ഫിലോസൻ, ദുരിയാൻ, അങ്ങനെ ഒരുപാട് പുതിയ പുതിയ പരിചയമില്ലാത്ത ഒരുപാട് തൈകളെ പരിചയപ്പെടുത്തി തരികയും അതിനെ നടുന്ന രീതിയെക്കുറിച്ച് അവർ വിശദീകരിക്കുകയും ഒരുപാട് ഗൈഡൻസ് തരികയും ചെയ്തു. അത് പ്രകാരം എൻ്റെ ഈ തോട്ടത്തിൽ ഭൂരിഭാഗം വരുന്ന ചെടികളെല്ലാം ഞാൻ അവിടെ നിന്നാണ് വാങ്ങിയത്. ഓഗസ്റ്റ് മാസം ഞാൻ നട്ട ഒരു പ്ലാവാണിത്. കാഞ്ഞിരപ്പള്ളി ഹോംഗ്രോണിൻ്റെ വിയറ്റ്നാം സൂപ്പർ ഏളി എന്നൊരു ഇനം പ്ലാവാണിത്. നട്ട് കറക്റ്റ് ഒരു വർഷമായപ്പോൾ തന്നെ ഇത് കായ്ക്കുകയുണ്ടായി. ഏകദേശം 4 ചക്കയോളം ഞാനിതിൽ നിന്നും പറിക്കിച്ചു. ഇപ്പോൾ ഇനി അത് 9ഓളം ചക്ക ഇനിയും ഇതിലുണ്ട്. വളരെ ചെറിയ സ്ഥലത്ത് ഒതുങ്ങി വളർത്താൻ പറ്റിയ നല്ല ഇനം പ്ലാവും തൈയാണിത്. വളം ഞാനിവിടെ കൂടുതൽ ജൈവ രീതിയിലുള്ള വളങ്ങളാണ് ഇവിടെ ചെയ്യാറുള്ളത്. ട്രൈക്കോഡെർമ കലർന്ന ചാണകപ്പൊടി, ബിവേറിയ, PGPR മിക്സ് 1, PGPR മിക്സ് 2, സൂഡോമോണസ് എന്നിവയൊക്കെയാണ് നമ്മൾ നൽകുന്നത്. അത് ഡ്രിപ്പ് വഴിയും നൽകും. അതായത് തെളിച്ചു കൊടുക്കുകയും കടക്ക് വിട്ടിട്ട് ചൂടിൽ നിന്ന് അല്പം മാറിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് പതിവ്. അതുപോലെ തന്നെ ഈ വളരെ കുറച്ച് സ്ഥലം ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാവരെയും പോലെ തന്നെ കൃഷിയിലെ ഒരുപാട് സാധനം ഉൾക്കൊള്ളിക്കണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായി പ്രൂൺ ചെയ്താലാണ് നമുക്കത് സാധ്യമാവുകയുള്ളൂ. ഒരു നിശ്ചിത അളവ് ഹൈറ്റിൽ നമ്മൾ 13-15 അടി ഹൈറ്റിൽ നമ്മൾ പ്രൂൺ ചെയ്യുകയും എന്നിരുന്നാൽ മാത്രമേ നല്ല ഈൽഡ് നമുക്ക് പറിക്കാൻ എളുപ്പമാവുകയും ഇതിനോട് കൂടുതൽ നമുക്ക് താല്പര്യം തോന്നുകയുള്ളൂ. അല്ലെങ്കിൽ മരം വലുതായി പോയി അത് നമുക്ക് പറിക്കാൻ കഴിയാതാകുമ്പോൾ ഒരു വിരക്തി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രൂൺ ചെയ്ത് വളർത്തുന്നതാണ് ഏറ്റവും നല്ല രീതി ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതാണ് എൻ്റെ ഫാമിലി. ഭാര്യ, 3 കുട്ടികൾ, സമീഹ, സഹദിയ, ഇജാസ്. തീർച്ചയായും ഇവരുടെ എല്ലാം ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് എനിക്ക് ഈ കൃഷി ചെയ്യാൻ സാധിക്കുന്നത്. കൊച്ചുകുട്ടിയായ ദിയ വരെ പൂവാലിയിൽ നനയ്ക്കാൻ സഹായിക്കും. ഇവിടെ എല്ലാം പരിപാലിക്കാൻ ഇവരെല്ലാവരുടെയും വളരെയുള്ള സഹായമുള്ളത് കൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് ഇതെനിക്കിവിടെ കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഇതിനോട് വരാനുള്ള മെയിൻ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പം മുതൽ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മയും വാപ്പയും കൃഷിയോടുള്ള അവരുടെ താല്പര്യവും അവർ കൃഷി ചെയ്യുന്ന രീതി കണ്ടുകൊണ്ടാണ് ഞാൻ വളർന്നത്. എൻ്റെ ഉമ്മാക്ക് ചിങ്ങം 1 ഏറ്റവും നല്ല വനിതാ കർഷക എന്നുള്ള പഞ്ചായത്തിൻ്റെ അവാർഡ് ഒക്കെ എല്ലാം കിട്ടിയിട്ടുള്ള ഒരാളാണ്. ഈ അടുത്ത കാലം വരെ ഞങ്ങൾ നെൽകൃഷി ചെയ്യുകയും എന്നും ഞാൻ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഞങ്ങൾ പൈസ കൊടുത്ത് അരി വാങ്ങിയിട്ടുള്ളൂ. എന്നും രാവിലെ ചുവന്ന പലഹാരമാണ് എൻ്റെ വീട്ടിൽ. ചുവന്ന പുട്ട്, പത്തിരി, അല്ലെങ്കിൽ അതുപോലെ ഇടിയപ്പം, എല്ലാം ചുവന്ന കളന്ന് നെല്ലുത്തരിയുടെ ഇത് കഴിച്ചാണ് ഞങ്ങളെല്ലാം വളർന്നത്. അതെല്ലാം എനിക്ക് കൃഷി ചെയ്യാനായിട്ട് വളരെയധികം പ്രചോദനം നൽകുകയും ചെയ്തിട്ടുണ്ട്.
കൃഷിയോട് താല്പര്യം കാണിക്കുക. ഇന്ന് നമ്മൾ ഈ അനുഭവിക്കുന്നതൊന്നും നമ്മളായിട്ട് വെച്ചതല്ല, ഇത് നമ്മുടെ പൂർവികർ വെച്ചത് കൊണ്ടാണ് നമ്മളിന്ന് ഇതെല്ലാം അനുഭവിക്കുന്നത്. അതുപോലെ അടുത്ത വരാൻ പോകുന്ന ജനറേഷൻ നമ്മളും എന്തെങ്കിലും ചെയ്യുക, അവർക്ക് അനുഭവിക്കാൻ വേണ്ടി നമ്മളും എന്തെങ്കിലും നടുക. എല്ലാവരും കൃഷിയോട് താല്പര്യം കാണിക്കുക. കൃഷിയിൽ ഒരു സ്വയം പര്യാപ്തത നമ്മൾ നേടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.